തിരുവനന്തപുരത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. അംഗങ്ങൾക്ക് താമസിക്കാൻ 10,000 ദിവസ വാടകയുള്ള ഡീലക്സ് റൂമുകളാണ് സിപിഎം ബുക്ക് ചെയ്തിരിക്കുന്നത്. പാർട്ടി യോഗം ചേരാൻ തലസ്ഥാനത്ത് തന്നെ AKG സെന്ററും AC ഹാളും സ്വന്തമായുള്ളപ്പോഴാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ആഡംബര ഹോട്ടലിൽ നടത്തുന്നത്. കേന്ദ്ര കമ്മിറ്റി യോഗം കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർക്ക് താമസിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ഹൈസിന്ത് ഹോട്ടലിലാണ്. അവിടെ തന്നെയുള്ള ഹാളിൽ കേന്ദ്ര കമ്മിറ്റി യോഗം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നതനുസരിച്ച് സമ്മേളനം നടക്കുന്ന ഹോട്ടലാണിത്. ഡീലക്സ് റൂമിനും സമ്മേളനം ചേരുന്ന ഹാളിനുമടക്കം ലക്ഷങ്ങളാണ് ഈ ആഡംബര ഹോട്ടലിലെ പ്രതിദിന വാടക. നേതാക്കൾക്ക് താമസിക്കാൻ പ്രതിദിനം 9,000 രൂപ വാടകയുള്ള 50ലധികം ഡീലക്സ് റൂമുകൾ സിപിഎം ഇതിനകം ബുക്ക് ചെയ്തു കഴിഞ്ഞു. 3 രാത്രിയും പകലും നേതാക്കൾ ഇവിടെയായിരിക്കും താമസിക്കുക. യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്കുള്ള ഭക്ഷണവും ഈ ഹോട്ടലിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള സൌകര്യങ്ങൾ ഹോട്ടലിൽ വിശ്രമിക്കുന്ന നേതാക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ ഈ വിവരങ്ങൾ പുറത്തറിയരുത് എന്ന കർശന നിർദ്ദേശവും സിപിഎം സംസ്ഥാന നേതൃത്വം ഹോട്ടൽ അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. സിപിഎം യോഗങ്ങൾ ചേരാൻ AKG സെന്ററും അവിടെ തന്നെ 1000 പേർക്കധികം ഇരിക്കാവുന്ന AC ഹാളും സിപിഎമ്മിന് സ്വന്തമായുള്ളപ്പോഴാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ആഡംബര ഹോട്ടലിലേക്ക് പാർട്ടി മാറ്റിയിരിക്കുന്നത്. ഈ പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലിനുള്ളിൽ വച്ചാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് അഭിമാനിക്കുന്ന സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നത്. ഹോട്ടലിനുള്ളിൽ ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ അരുൺ സുരേന്ദ്രനൊപ്പം നൃപൻ ചക്രവർത്തി, ജീവൻ ന്യൂസ്.